ഓം ശാന്തി. 21/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഒരു ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾക്ക് സുപ്രീം ആകേണ്ടതുണ്ട്. അപ്പോൾ അബദ്ധത്തിൽ പോലും മറ്റാരെയും ഓർമ്മിക്കാതിരിക്കണം. ചോദ്യം: ബാബയിൽ നിന്നും ഏതൊരു പ്രതീക്ഷ വയ്ക്കാതെ കൃപ യാചിക്കുന്നതിന് പകരം സ്വയം പ്രയത്നിക്കേണ്ടതുണ്ട്. ഉത്തരം: പഴയ ശരീരത്തിൻ്റെ ഏതെങ്കിലും കർമ്മഭോഗ് ഉണ്ടെങ്കിൽ, പാപ്പരായെങ്കിൽ, അല്ലെങ്കിൽ രോഗം ഉണ്ടായെങ്കിൽ ബാബ പറയും, ഇത് നിങ്ങളുടെ തൻ്റെ തന്നെ കണക്കാണ്. ഇതിൽ ബാബ എന്തെങ്കിലും കൃപ ചെയ്യട്ടെ എന്ന പ്രതീക്ഷ വയ്ക്കാതിരിക്കൂ. സ്വയം പ്രയത്നിച്ച് യോഗബലത്തെ ഉപയോഗപ്പെടുത്തൂ. ഓർമ്മയിലൂടെ തന്നെയാണ് ആയുസ് വർദ്ധിക്കുന്നത്. കർമ്മഭോഗം സമാപ്തമാകും. ബാബ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ്. ആ ഒന്നിനോട് എത്ര സ്നേഹമുണ്ടായിരിക്കുമോ അത്രയും ഓർമ്മ നിലനിൽക്കും. മംഗളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഓം ശാന്തി. പരിധിയില്ലാത്ത ബാബയിരുന്ന് കുട്ടികളെ മനസ്സിലാക്കിക്കുന്നു. മധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. തൻ്റെ വീടിനെയും ഓർമ്മിക്കൂ. അതിനെ പറയുന്നത് തന്നെ ടവർ ഓഫ് സൈലൻസ്, സുഖത്തിൻ്റെ ഗോപുരം എന്നാണ്. ഗോപുരം വളരെ ഉയരത്തിലുള്ളതാണ്. നിങ്ങൾ അവിടെ പോകുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ടവർ ഓഫ് സൈലൻസിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഇതും ടവറിൽ വസിക്കുന്ന ബാബ ഇരുന്ന് പഠിപ്പിക്കുന്നു. കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നമ്മൾ ആത്മാക്കൾ ശാന്തിധാമത്തിലെ നിവാസികളാണ്. അതാണ് ബാബയുടെ വീട്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഈ ശീലം ഉണ്ടായിരിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ബാബ അറിയുന്നുണ്ട്, ഇതിൽ തന്നെയാണ് പ്രയത്നം ഉള്ളത്. ആരാണോ ആത്മാഭിമാനിയായി ഇരിക്കുന്നത് അവരെ മഹാവീരൻ എന്ന് പറയുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ മഹാവീരനും സുപ്രീം ആകുന്നത്. സുപ്രീം എന്നാൽ ശക്തിവാൻ എന്നർത്ഥം. കുട്ടികൾക്ക് സന്തോഷമുണ്ടാകണം. സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബ, വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ ബുദ്ധി ബാബയുടെ നേർക്ക് പോകുന്നു. ഇതാണ് ഒരു ബാബയോടുള്ള ആത്മാവിൻ്റെ ലവ്. അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമധുരമായി സംസാരിക്കൂ. ബാബ, അങ്ങയുടേത് അതിശയമാണ്. അങ്ങ് നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കും എന്ന സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ബാബ, നമ്മൾ അങ്ങയുടെ ശിക്ഷണത്തിലൂടെ തീർച്ചയായും നടക്കും. ഒരു പാപത്തിൻ്റെ കാര്യവും ചെയ്യുകയില്ല. ബാബ ഏതുപോലെ പുരുഷാർത്ഥം ചെയ്യുന്നുവോ കുട്ടികളെയും കേൾപ്പിക്കുന്നു. ശിവബാബയ്ക്ക് ഇത്ര അനേകം കുട്ടികളുണ്ട്. ചിന്ത ഉണ്ടായിരിക്കുമല്ലോ, എത്രമാത്രം കുട്ടികളുടെ സംരക്ഷണം ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ ഈശ്വരീയ പരിവാരത്തിലാണ് ഇരിക്കുന്നത്. ബാബ മുന്നിലിരിക്കുകയാണ്. നിന്നോടൊപ്പം കഴിക്കും, നിന്നോടൊപ്പം ഇരിക്കും. നിങ്ങൾക്കറിയാം, ശിവ് ബാബ ഇദ്ദേഹത്തിൽ വന്ന് പറയുന്നു, മധുരമായ കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും മറക്കൂ. ഇത് അന്തിമ ജന്മമാണ്. ഈ പഴയ ലോകവും പഴയ ദേഹവും ഇല്ലാതാകേണ്ടതുണ്ട്. താങ്കൾ മരിച്ചുവെങ്കിൽ ലോകം മരിച്ചു എന്ന ചൊല്ലും ഉണ്ട്.
പുരുഷാർത്ഥത്തിനു വേണ്ടി സംഗമയുഗത്തിലെ അല്പം സമയമാണുള്ളത്. കുട്ടികൾ ചോദിക്കുന്നു, ബാബ, ഈ പഠനം എപ്പോൾ വരെ തുടരും? ദൈവിക രാജധാനി സ്ഥാപിതമാകുന്നതുവരെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുതിയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ആകും. ഇത് പഴയ ശരീരമാണ്. എന്തെങ്കിലുമൊക്കെ കർമ്മഭോഗം നടന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ബാബ സഹായിക്കട്ടെ എന്ന പ്രതീക്ഷ വയ്ക്കുവാൻ പാടില്ല. പാപ്പരായി, രോഗാവസ്ഥയിലായി ബാബ പറയും, ഇത് നിങ്ങളുടെ കണക്കാണ്. എന്നിരുന്നാലും യോഗത്തിലൂടെ ആയുസ് വർദ്ധിക്കും. സ്വയം പ്രയത്നിക്കൂ, കൃപ യാചിക്കരുത്. ബാബയെ എത്ര ഓർമ്മിക്കുമോ ഇതിൽ തന്നെയാണ് മംഗളം ഉള്ളത്. എത്ര സാധിക്കുമോ യോഗബലത്തെ ഉപയോഗിക്കൂ. എന്നെ ഇമകളിൽ ഒളിപ്പിക്കൂ എന്ന് പാടുന്നുമുണ്ടല്ലോ. പ്രിയപ്പെട്ട വസ്തുവിനെ കണ്ണിൻ്റെ കൃഷ്ണമണിയെന്നും പ്രാണപ്രിയം എന്നും പറയുന്നു. ഈ ബാബയാണെങ്കിൽ വളരെയധികം പ്രിയപ്പെട്ടതാണ്, എന്നാൽ ഗുപ്തമാണ്. ആ ഒന്നിനോടുള്ള സ്നേഹം വാക്കുകൾക്ക് അതീതമായിരിക്കണം. കുട്ടികളെ ബാബയ്ക്ക് ഇമകളിൽ ഒളിപ്പിക്കേണ്ടി വരും. ഇമകൾ ഈ കണ്ണുകളൊന്നുമല്ല, ഇത് ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കലാണ്. മോസ്റ്റ് ബിലവഡായ നിരാകാരനായ ബാബ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സുഖത്തിൻ്റെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. ഇങ്ങനെയുള്ള മോസ്റ്റ് ബിലവഡായ ബാബയോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികളുടെ എത്ര നിഷ്കാമ സേവനം ചെയ്യുന്നു. പതീത ശരീരത്തിൽ വന്ന് കുട്ടികളായി നിങ്ങളെ വജ്രതുല്യമാക്കുന്നു. എത്ര മധുരമായ ബാബയാണ്. അപ്പോൾ കുട്ടികൾക്കും ഇങ്ങനെ മധുരം ആകേണ്ടതുണ്ട്. എത്ര നിരഹങ്കാരത്തോടെ ബാബ കുട്ടികളായ നിങ്ങളുടെ സേവനം ചെയ്യുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങളും ഇത്രയും സേവനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. എവിടെയെങ്കിലും സ്വന്തം മതം കാണിച്ചുവെങ്കിൽ ഭാഗ്യത്തിന്മേൽ വര വീഴും. നിങ്ങൾ ബ്രാഹ്മണർ ഈശ്വരീയ സന്താനമാണ്. ബ്രഹ്മാവിൻ്റെ സന്താനം സഹോദരി സഹോദരന്മാരാണ്. ഈശ്വരീയ പൗത്രരും പൗത്രന്മാരുമാണ്. ആ ഒന്നിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും പദവി നേടും. ഇതിൽ സാക്ഷിയായിരിക്കുന്നതിൻ്റെയും വളരെയധികം അഭ്യാസം ആവശ്യമാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഹേ ആത്മാക്കളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. അബദ്ധത്തിൽ പോലും ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. നിങ്ങളുടെ പ്രതിജ്ഞയാണ്, എൻ്റേത് അങ്ങ് ഒരാൾ മാത്രമാണ്. നമ്മൾ ആത്മാവാണ്, അങ്ങ് പരമാത്മാവാണ്. അങ്ങിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് നേടേണ്ടത്. അങ്ങിൽ നിന്നും തന്നെയാണ് രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ രാജ്യഭാഗ്യം നേടുന്നു. മധുരമായ കുട്ടികളെ, നിങ്ങൾ അറിയുന്നുണ്ട്, ഇത് അനാദി ഡ്രാമയാണ്. ഇതിൽ തോൽവിയുടെയും ജയത്തിൻ്റെയും കളി നടക്കുന്നു. എന്ത് സംഭവിക്കുന്നുവോ അത് ശരിയാണ്. ക്രിയേറ്ററിന് ഡ്രാമ തീർച്ചയായും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ക്രിയേറ്ററിൻ്റെ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. ഈ ഡ്രാമയിൽ ബാബ ഒരേ ഒരു തവണ കുട്ടികളുടെ അടുക്കൽ കുട്ടികളുടെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സേവനം ചെയ്യാൻ വരുന്നു. ബാബയ്ക്കാണെങ്കിൽ എല്ലാ കുട്ടികളും പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിലും എല്ലാവരും അന്യോന്യം വളരെയധികം സ്നേഹിക്കുന്നു. മൃഗങ്ങളിൽ പോലും സ്നേഹമുണ്ടായിരിക്കും. സ്നേഹത്തോടെ കഴിയാത്ത ഒരു മൃഗവും ഉണ്ടായിരിക്കില്ല.
കുട്ടികളായ നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരം ആകേണ്ടതുണ്ട്. ഇവിടെ ആകുമ്പോൾ ആ സംസ്കാരം അവിനാശിയായി മാറും. ബാബ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ കൃത്യമായി വീണ്ടും പ്രിയപ്പെട്ടവരാക്കുവാൻ വന്നിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും കുട്ടിയുടെ ദേഷ്യത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ബാബ ശിക്ഷണം നൽകുന്നു, കുട്ടികളെ, ദേഷ്യപ്പെടുന്നത് ശരിയല്ല. ഇതിലൂടെ നിങ്ങളും ദുഃഖിതരാകും, മറ്റുള്ളവരെയും ദുഃഖിപ്പിക്കും. ബാബ സദാകാലത്തെ സുഖം നൽകുന്നവനാണ്. അപ്പോൾ കുട്ടികൾക്കും ബാബയ്ക്ക് സമാനം ആകേണ്ടതുണ്ട്. അന്യോന്യം ഒരിക്കലും ദുഃഖം നൽകരുത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ശിവ് ബാബയാണ് പ്രഭാതത്തിൻ്റെ നാഥൻ. രാത്രിയെ പകൽ അഥവാ പ്രഭാതം ആക്കുന്നവനാണ്. സായി എന്ന് പറയുന്നത് പരിധിയില്ലാത്ത പിതാവിനെയാണ്. ആ ഒരേ ഒരു സായി ബാബ ഭോലാനാഥനായ ശിവ് ബാബയാണ്. നാമം തന്നെ ഭോലാനാഥൻ എന്നാണ്. നിഷ്കളങ്കരായ കന്യകമാരിലും മാതാക്കളിലും ജ്ഞാനത്തിൻ്റെ കലശം വയ്ക്കുന്നു. അവരെ തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നത്. എത്ര സഹജമായ ഉപായം പറഞ്ഞു തരുന്നു. എത്ര സ്നേഹത്തോടെ നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെ പാലനം ചെയ്യുന്നു. ആത്മാവിനെ പാവനമാക്കുന്നതിനു വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കൂ. യോഗത്തിൻ്റെ സ്നാനം ചെയ്യണം. ജ്ഞാനം പഠനമാണ്. യോഗമാകുന്ന സ്നാനത്തിലൂടെ പാപം ഭസ്മമാകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ ഈ ദേഹത്തിൻ്റെ അഹങ്കാരം തീർത്തും ഇല്ലാതാകും. യോഗത്തിലൂടെ തന്നെയാണ് പവിത്രവും സതോപ്രധാനവുമായി ബാബയുടെ അടുത്തേക്ക് പോകേണ്ടത്. പല കുട്ടികളും ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നില്ല. സത്യസത്യമായ തൻ്റെ ചാർട്ട് പറയുന്നില്ല. പകുതി കൽപ്പം അസത്യ ലോകത്തിൽ കഴിയുകയാണ്. അപ്പോൾ അസത്യം ഉള്ളിൽ ഉറച്ചു പോയതുപോലെയാണ്. സത്യതയോടെ തൻ്റെ ചാർട്ട് ബാബയോട് പറയണം. ചെക്ക് ചെയ്യണം. നമ്മൾ 3/4 മണിക്കൂർ ഇരുന്നതിൽ എത്ര സമയം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചു. പലർക്കും സത്യം പറയുന്നതിൽ ലജ്ജ തോന്നുന്നു. ഇത്രയും സർവീസ് ചെയ്തു, ഇത്ര പേർക്ക് മനസ്സിലാക്കിച്ചു കൊടുത്തു എന്ന് ഉടനെ കേൾപ്പിക്കും. പക്ഷേ ഓർമ്മയുടെ ചാർട്ട് എത്ര ഉണ്ടായിരുന്നു എന്നത് സത്യസന്ധമായി കേൾപ്പിക്കുന്നില്ല. ഓർമ്മയിൽ ഇരിക്കാത്തത് കാരണം തന്നെയാണ് നിങ്ങളുടെ അമ്പ് ആർക്കെങ്കിലും ഏൽക്കാത്തത്. ജ്ഞാനമാകുന്ന വാളിൽ മൂർച്ച വരുന്നില്ല. ചിലർ പറയുന്നു, നമ്മൾ നിരന്തരം ഓർമ്മയിലിരിക്കുന്നു എന്ന്. ബാബ പറയുന്നു, ആ അവസ്ഥ ആയിട്ടില്ല. നിരന്തര ഓർമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ കർമാതീത അവസ്ഥ ഉണ്ടായേനെ. ജ്ഞാനത്തിൻ്റെ ഉന്നത അവസ്ഥ കാണപ്പെടണം. ഇതിൽ വലിയ പ്രയത്നമുണ്ട്. അങ്ങനെയൊന്നും വിശ്വത്തിൻ്റെ അധികാരിയായി മാറുകയില്ല. ഒരു ബാബയുടേതല്ലാതെ മറ്റാരുടെയും ഓർമ്മയുണ്ടായിരിക്കരുത്. ഈ ദേഹം പോലും ഓർമ്മ വരരുത്. ഈ അവസ്ഥ നിങ്ങൾക്ക് അവസാനം ഉണ്ടാകും. ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ശരീരം വെടിഞ്ഞുവെങ്കിൽ പിന്നെ സമ്പാദിക്കാൻ സാധിക്കില്ല. ആത്മാവ് സംസ്കാരം എടുത്തുകൊണ്ട് പോകുമെങ്കിലും വീണ്ടും സ്മൃതി വരുത്തുവാൻ ടീച്ചർ വേണമല്ലോ. ബാബ ഓരോ നിമിഷവും സ്മൃതി വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ധാരാളം കുട്ടികളുണ്ട്. അവർ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുന്നു, തൊഴിലും മറ്റും ചെയ്യുന്നു. ഉയർന്ന പദവി നേടുന്നതിനായി ശ്രീമത്ത് അനുസരിച്ച് നടന്ന് തൻ്റെ ഭാവിയും
രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും നിർദ്ദേശം എടുത്തുകൊണ്ടിരിക്കുന്നു. പൈസ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ സഫലമാക്കട്ടെ? ബാബ പറയുന്നു, സെൻറ്റർ തുറക്കൂ. അതിലൂടെ വളരെ പേരുടെ മംഗളം ഉണ്ടാകട്ടെ. മനുഷ്യർ ദാനപുണ്യവും മറ്റും ചെയ്യുന്നു. അടുത്ത ജന്മത്തിൽ അതിനുള്ള ഫലം ലഭിക്കുന്നു. നിങ്ങൾക്കും ഭാവിയിലെ 21 ജന്മങ്ങൾക്കായി രാജ്യഭാഗ്യം ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ നമ്പർ 1 ബാങ്കാണ്. ഇതിൽ 4 അണ ഇടുകയാണെങ്കിൽ ഭാവിയിൽ 1000 മാറും. കല്ലിൽ നിന്നും സ്വർണമായി മാറും. നിങ്ങളുടെ ഓരോ വസ്തുവും പവിഴമായി മാറും. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഉയർന്ന പദവി നേടണമെങ്കിൽ മാതാപിതാക്കളെ പൂർണ്ണമായും ഫോളോ ചെയ്യൂ. തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ കൺട്രോൾ വയ്ക്കൂ. അഥവാ കർമ്മേന്ദ്രിയങ്ങൾ വശത്തല്ലെങ്കിൽ, പെരുമാറ്റം ശരിയല്ലെങ്കിൽ ഉയർന്ന പദവിയിൽ നിന്നും വഞ്ചിതരായി പോകും. തൻ്റെ പെരുമാറ്റത്തെ നന്നാക്കണം. കൂടുതൽ ആഗ്രഹങ്ങൾ വയ്ക്കരുത്. ബാബ കുട്ടികളായ നിങ്ങളെ എത്ര ജ്ഞാനത്തിൻ്റെ അലങ്കാരം ചെയ്യിച്ച് സത്യയുഗത്തിലെ മഹാരാജാവും മഹാറാണിയും ആക്കുന്നു. ഇതിൽ സഹനശീലതയുടെ ഗുണം വളരെ നന്നായി ആവശ്യമാണ്. ദേഹത്തിൻ്റെ മേൽ ടൂ മച്ച് മോഹം ഉണ്ടാകാൻ പാടില്ല. യോഗബലത്തിലൂടെയും കാര്യങ്ങൾ നടത്തണം. ബാബയ്ക്ക് എത്ര തന്നെ ചുമയോ മറ്റോ ഉണ്ടായാൽ പോലും സദാ സർവീസിൽ തൽപരനായിരിക്കുന്നു. ജ്ഞാനയോഗത്തിലൂടെ അലങ്കരിച്ച് കുട്ടികളെ യോഗ്യരാക്കുന്നു. നിങ്ങളിപ്പോൾ ഈശ്വരീയ മടിത്തട്ടിൽ, മാതാപിതാക്കളുടെ മടിത്തട്ടിൽ ഇരിക്കുകയാണ്. ബാബ ബ്രഹ്മമുഖത്തിലൂടെ കുട്ടികളായി നിങ്ങൾക്ക് ജന്മം നൽകുന്നു. അപ്പോൾ ഇത് മാതാവായി. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ ബുദ്ധി ശിവ് ബാബയുടെ നേർക്കാണ് പോകുന്നത്. നീ മാതാവും പിതാവും, നമ്മൾ നിന്റെ ബാലകർ. നിങ്ങൾക്ക് സർവഗുണ സമ്പന്നം ഇവിടെ ആകേണ്ടതുണ്ട്. അടിക്കടി മായയോട് തോറ്റുപോകരുത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. സ്വയം ഇങ്ങനെ മനസ്സിലാക്കുന്നത് എത്ര മധുരമായി തോന്നുന്നു. നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിക്കൊണ്ടിരിക്കുന്നു. ഈ ഡ്രാമ എത്ര വണ്ടർഫുള്ളായി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. കേവലം ഇത്രമാത്രം ഓർമ്മയുണ്ടായിരുന്നാൽ പോലും നിശ്ചയമുണ്ടാകുന്നു, നമ്മൾ സത്യയുഗത്തിലേക്ക് പോകാൻ പോകുന്നവരാണ്. ഇപ്പോൾ സംഗമത്തിലാണ്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകണം. അതിനാൽ തീർച്ചയായും പാവനമാകേണ്ടതുണ്ട്. ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ആഹാ, പരിധിയില്ലാത്ത ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ സദൗ പ്രധാനമാകും, വിശ്വത്തിൻ്റെ അധികാരിയാകും. ബാബ എത്രമാത്രം കുട്ടികളെ സ്നേഹിക്കുന്നു. കേവലം ടീച്ചറിൻ്റെ രൂപത്തിൽ പഠിപ്പിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്നല്ല. ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്. നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു, ഓർമ്മയുടെ യാത്രയും പഠിപ്പിക്കുന്നു. ഇങ്ങനെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന, പതിതത്തിൽ നിന്നും പാവനമാക്കുന്ന ബാബയോട് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കണം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ശിവ് ബാബയോട് ഗുഡ് മോർണിംഗ് പറയണം. ഗുഡ് മോർണിംഗ് എന്നാൽ ഓർമ്മിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലിരിക്കും. കുട്ടികൾ തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് എത്രത്തോളം പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നു. മനുഷ്യർ ഭക്തിയും രാവിലെയാണല്ലോ ചെയ്യുന്നത്. ഭക്തി എത്ര സ്നേഹത്തോടെയാണ് ചെയ്യുന്നത്. എന്നാൽ ബാബയ്ക്കറിയാം, പല കുട്ടികളും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഓർമ്മിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റ്
ബാബയോട് ഗുഡ് മോർണിംഗ് പറയുകയും ജ്ഞാനത്തിൻ്റെ ചിന്തനത്തിൽ ഇരിക്കുകയുമാണെങ്കിൽ സന്തോഷത്തിൻ്റെ രസം കയറും. ബാബയോട് ഗുഡ് മോർണിംഗ് പറയുന്നില്ലെങ്കിൽ പാപങ്ങളുടെ ഭാരം എങ്ങനെ ഇറങ്ങും? മുഖ്യമായത് ഓർമ്മ തന്നെയാണ്. ഇതിലൂടെ നിങ്ങളുടെ ഭാവിയിലേക്കായി വളരെ വലിയ സമ്പാദ്യം ഉണ്ടാകുന്നു. കൽപ്പകൽപ്പാന്തരങ്ങളിൽ ഈ സമ്പാദ്യം ഉപയോഗത്തിൽ വരും. വളരെ ക്ഷമയോടെ, ഗൗരവത്തോടെ, വിവേകത്തോടെ വേണം ഓർമ്മിക്കുവാൻ. സ്ഥൂലമായ കണക്കിൽ നമ്മൾ ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആക്യുറേറ്റായി ഓർമ്മിക്കുന്നതിൽ പ്രയത്നമുണ്ട്. ആരാണോ ബാബയെ കൂടുതൽ ഓർമ്മിക്കുന്നത് അവർക്ക് കറണ്ട് കൂടുതൽ ലഭിക്കുന്നു. കാരണം ഓർമ്മയിലൂടെയാണ് ഓർമ്മ ലഭിക്കുന്നത്. യോഗവും ജ്ഞാനവും രണ്ട് കാര്യങ്ങളാണ്. യോഗത്തിൻ്റെ സബ്ജക്റ്റ് വേറെയാണ്, വളരെ ഭാരിച്ച സബ്ജക്റ്റാണ്. യോഗത്തിലൂടെ തന്നെയാണ് ആത്മാവ് സതോ പ്രധാനം ആകുന്നത്. ഓർമ്മ കൂടാതെ സതോ പ്രധാനമാകുന്നത് അസംഭവ്യമാണ്. നല്ല രീതിയിൽ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് ലഭിക്കും, ഹെൽത്തിയായി മാറും. കറണ്ടിലൂടെ ആയുസ്സും വർദ്ധിക്കുന്നു. കുട്ടികൾ ഓർമ്മിക്കുമ്പോൾ ബാബയും സെർച്ച് ലൈറ്റ് നൽകുന്നു. ബാബ എത്ര വലിയ ഭാരിച്ച ഖജനാവ് നിങ്ങൾ കുട്ടികൾക്ക് നൽകുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ നയനങ്ങളുടെ പ്രകാശമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ ഹൃദയം നിറഞ്ഞ് സ്നേഹപൂർവ്വമുള്ള സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയെ വളരെ ക്ഷമയോടെ, ഗൗരവത്തോടെ, വിവേകത്തോടെ ഓർമ്മിക്കണം. ഓർമ്മ ആക്യുറേറ്റ് ആണെങ്കിൽ ബാബയുടെ കറണ്ട് ലഭിക്കും, ആയുസ് വർദ്ധിക്കും, ഹെൽത്തിയായി മാറും. ഉയർന്ന പദവി നേടണമെങ്കിൽ തൻ്റെ പെരുമാറ്റം നന്നാക്കണം. അധികം ആശകൾ വയ്ക്കരുത്. കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ കൺട്രോൾ വയ്ക്കണം. മാതാപിതാക്കളെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. വരദാനം: ഫോളോ ഫാദർ, സീ ഫാദർ എന്ന മഹാമന്ത്രത്തിലൂടെ ഏകരസ സ്ഥിതി ഉണ്ടാക്കുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. സീ ഫാദർ, ഫോളോ ഫാദർ. ഈ മന്ത്രം സദാ മുന്നിൽ വച്ചുകൊണ്ട് കയറുന്ന കലയിൽ പോയിക്കൊണ്ടിരിക്കൂ, പറന്നുകൊണ്ടിരിക്കൂ. ഒരിക്കലും ആത്മാക്കളെ നോക്കരുത്. കാരണം ആത്മാക്കൾ എല്ലാവരും പുരുഷാർത്ഥിയാണ്. പുരുഷാർത്ഥിയിൽ നന്മയും ഉണ്ടായിരിക്കും, ചില കുറവുകളും ഉണ്ടായിരിക്കും. സമ്പന്നമല്ല. അതിനാൽ ഫാദറിനെ ഫോളോ ചെയ്യണം, ബ്രദറിനെയും സിസ്റ്ററിനെയും അല്ല. ഏതുപോലെ ഫാദർ ഏകരസമാണോ അതേപോലെ ഫോളോ ചെയ്യുന്നവർ സ്വതവേ ഏകരസമായി മാറും. സ്ലോഗൻ: പരചിന്തനത്തിൻ്റെ പ്രഭാവത്തിൽ വരാതെ ശുഭചിന്തനം നടത്തുന്ന ശുഭചിന്തകമണിയാകൂ. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. ഏതുപോലെ സ്ഥൂല വസ്തുക്കളെ ആഗ്രഹിക്കുമ്പോൾ എടുക്കാം, ആഗ്രഹിക്കുമ്പോൾ ഉപേക്ഷിക്കാം. അതേപോലെ ദേഹബോധത്തെ ആഗ്രഹിക്കുമ്പോൾ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായി മാറൂ. സ്ഥൂലമായ വസ്തുക്കളുടേത് സഹജമായി നടത്തുന്നത് പോലെ ഈ പ്രാക്ടീസ് ഇത്രയും സരളമാകണം. രചയിതാവ് ആഗ്രഹിക്കുമ്പോൾ രചനയുടെ ആധാരം എടുക്കണം, ആഗ്രഹിക്കുമ്പോൾ രചനയുടെ ആധാരം ഉപേക്ഷിക്കണം. എപ്പോൾ ആഗ്രഹിക്കുന്നോ അപ്പോൾ വേറിട്ടവരും, എപ്പോൾ ആഗ്രഹിക്കുന്നോ അപ്പോൾ പ്രിയപ്പെട്ടവരും ആയി മാറണം. ഇത്രയും ബന്ധനമുക്തം ആകൂ.
ഓം ശാന്തി. मुझसे जुदा एक पल
ശക്തി